നമ്മുടെ പല ആൾക്കാരുടെ മൊബൈൽ ഫോണിലും ഒരുപാടധികം ഡിജിറ്റൽ ഫ്രോഡുകൾ കോൾ ചെയ്ത് നമ്മളെ ശല്യപ്പെടുത്താറുണ്ടല്ലേ. അതായത് നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ നമ്പർ, നമ്മുടെ ഫോണിൽ OTP വന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം എന്താ പറയുക ഫ്രോഡായിട്ടുള്ള ആളുകളൊക്കെ നമ്മളെ ഫോൺ വിളിച്ച് നമ്മളെ പറ്റിക്കപ്പെടാറുണ്ട്. ഒരുപാടധികം ആൾക്കാർ പറ്റിക്കപ്പെടാറുണ്ട്, ഇതറിയാത്തവരുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഫ്രോഡുകളിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടിരിക്കാം, അവരെ എങ്ങനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് അവരുടെ തട്ടിപ്പ് മനസ്സിലാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, അതിനുശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഡൗട്ടായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്, അതെന്തിനാണ് നൽകിയിരിക്കുന്നത് വീഡിയോ ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളുടെയൊക്കെ ഫ്രണ്ടും ബാക്ക്, അതായത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് തന്നെ നമ്മൾ എക്സാമ്പിൾ എടുക്കരുത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഏത് കാർഡോ ആവട്ടെ, അതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാടധികം ആൾക്കാർക്ക്, അതായത് ഹാക്കേഴ്സിന് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയൊക്കെ എടുക്കാൻ പറ്റും. ഈവൻ നിങ്ങളിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ വെബ്സൈറ്റിലേക്ക് കയറി പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ വലുതായിട്ടൊന്നും ചോദിക്കില്ല, നിങ്ങളുടെ കാർഡ് നമ്പറും അതോടൊപ്പം തന്നെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റും ബാക്കിലുള്ള CVV നമ്പറുമാണ് ചോദിക്കാറുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ പൈസ വിഡ്രോ ചെയ്യാൻ പതിവ്. സോ ഇങ്ങനത്തെ ഈ ഒരു കാര്യം കാരണമാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും കൂടുതലും ഹാക്കേഴ്സ് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാടധികം സൈബർ സ്കാമിനെയും ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളും ട്വിറ്ററിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് കൂടുതലധികം ആൾക്കാരും അങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാൻ താല്പര്യപ്പെടുന്നില്ല. എന്താണെന്ന് നമുക്കറിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലത്തെ സ്പാമും സ്കാമും കാര്യങ്ങളൊന്നും നോക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചെറിയ കുറച്ച് ടിപ്സും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ചെയ്തുകൂടാത്തതെന്നും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങൾ ഈ സ്റ്റെപ്സ് പാലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് സേവ് ചെയ്യാനും അതിലുള്ള മണി വേറെ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ സ്റ്റെപ്സ് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഗൂഗിൾ പേ, പേടിഎം, UPI യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസിലും നമ്മുടെ UPI നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പർ ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് 1 2 3 4 5 6 എന്നൊക്കെ പറഞ്ഞ്. ഈവൻ എൻ്റെ ക്ലാസ് 6 വരെ എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ സാറ് വരെ ഈ ഒരു നമ്പറാണ് UPIയിൽ ഇട്ടിരിക്കുന്നത്. സോ ഈ ഒരു നമ്പർ നിങ്ങൾ ഇടുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളി നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുന്ന ഒരാൾക്ക് ജസ്റ്റ് ഈ ഒരു UPI നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈസയിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു UPI നമ്പറിൽ ഇരിക്കാതിരിക്കുക. അതായത് UPI നമ്പർ മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുന്ന സമയത്ത് നിങ്ങളുടെ UPI നമ്പർ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള UPI നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ UPI നമ്പർ മിക്ക ആഴ്ചയിലല്ല ഞാൻ പറയുന്നത്, ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കൂടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഫ്രീക്വൻ്റ്ലി നിങ്ങളുടെ UPI ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ ഇനിയിപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ പല ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഫേവറായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. GPay ആണ്, GPay ബിസിനസ് ആണ്, ഈവൻ വാട്സാപ്പ് ബിസിനസ് വഴി പൈസ ഷെയർ ചെയ്യുന്നവരുണ്ട്, പേടിഎം, ഫോൺപേ, അങ്ങനെ ഒരുപാടധികം UPI ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷൻസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ ഒരുപാടധികം ആൾക്കാരും നെറ്റ് ചിലവാകുന്നതുകൊണ്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിൽക്കില്ല. സോ നിങ്ങൾ മാക്സിമം ആപ്ലിക്കേഷൻസും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഡെയിലി വരുന്ന അപ്ഡേറ്റ്സ് ഡെയിലി ചെയ്യുന്നുണ്ട്. എല്ലാ ആപ്ലിക്കേഷനും അപ് ടു ഡേറ്റ് ആയിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. സോ അതേപോലെ തന്നെ നിങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഏത് UPI ആപ്പ് ആവട്ടെ, ഗൂഗിൾ പേ ആവട്ടെ, പേടിഎം ആവട്ടെ, ഫോൺപേ ആവട്ടെ, എല്ലാ UPI ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് വയ്ക്കുക. കാരണം നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് വയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് പുതിയ ഫീച്ചേഴ്സ് വരാം. അതോടൊപ്പം തന്നെ ഇതിലോട്ടുള്ള ഒരുപാട് സെക്യൂരിറ്റി പാച്ചസ്, അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഹാക്കേഴ്സിൽ നിന്നും അകറ്റിക്കൊണ്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമതൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ അയക്കുന്ന സമയത്ത്, അതായത് ഒരാൾ വിളിച്ചുകൊണ്ട് നിങ്ങളടുത്ത് പറയുകയാണ് ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുക. സോ അങ്ങനെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആൾ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ആ ഒരു ആളുടെ പേരും നിങ്ങൾ അയക്കുന്ന ആൾ കൃത്യമായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് അവരുടെ പ്രൊഫൈൽ പിക്ചർ ആണ്, ഗൂഗിൾ പേയും പേടിഎം ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ചെക്ക് ചെയ്യുക, ഫോൺ നമ്പറും പേരും ശ്രദ്ധിച്ച് അവരോട് വിളിച്ച് ചോദിക്കുക നിങ്ങളുടെ പേരും കാര്യങ്ങളും. അതെന്ന് വെച്ചാൽ സൈബർ സ്കാമിൻ്റെ കാര്യമല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള പേഴ്സണാണ്. ഇപ്പോൾ അറിയാത്തൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അയാളെ വിളിച്ച് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അയക്കണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പൈസ അയക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പേരും അതോടൊപ്പം തന്നെ അവരുടെ ഫോൺ നമ്പറും കൺഫേം ചെയ്യുക. ആൻഡ് അതിൻ്റെ അകത്ത് കാണിക്കുന്ന പ്രൊഫൈൽ ഫോട്ടോയും കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ, അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഈ ടിപ്സ് ഒന്നും അറിയാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും തെറ്റിനി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനി ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു 5 ടിപ്സ് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളുടെ UPI പിൻ നമ്പർ പറഞ്ഞു കൊടുക്കാതിരിക്കുക. അതായത്
ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക കൂട്ടുകാർക്കൊക്കെ എടാ നീ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തതിന് ശേഷം അവൻ്റെ അടുത്ത് UPI പിൻ അടിച്ചു എന്ന് അതാണ് ഇതിൻ്റെ UPI പിൻ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. സോ ആരുമായിട്ട് UPI പിൻ ഇനി വാട്സപ്പ് ആവട്ടെ മെസ്സേജസ് ആവട്ടെ കോളിലെ കാര്യങ്ങൾ നിങ്ങളുടെ UPI പിൻ നമ്പർ ചോദിക്കുകയാണെങ്കിൽ ദയവായി നിങ്ങളുടെ പിൻ നമ്പർ കൊടുക്കരുത്. UPI പിൻ നമ്പർ ആര് ചോദിച്ചാലും കൊടുക്കരുത്. നിങ്ങളുടെ ഒരു യുണീക്ക് പിന്നാണത്. സോ ആ ഒരു പിന്ന് നിങ്ങൾ വെളിയിൽ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. സോ നിങ്ങൾ തന്നെ ആ പിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാസം കൂടുമ്പോൾ ഈ ഒരു പിന്ന് മാറ്റാനും കൂടെ നിങ്ങളൊന്ന് ശ്രമിക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാടധികം RBI യുടെ ഒരുപാടധികം ഗൈഡ് ലൈൻസിൽ ഇതേപോലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. RBI ഒരു വീഡിയോ ലിങ്കാണ് ഞാൻ നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ളത്. അത് ഡയറക്റ്റ് RBI യുടെ ട്വിറ്റർ ലിങ്കാണ്. സോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഒരുപാടധികം കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് ഇനി നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഫോൺ വിളിച്ച് നിങ്ങളുടെ UPI പൈസ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ UPI എൻ്റർ ചെയ്യാനൊക്കെ ചിലവർ പറയും. സോ ദയവേത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പൈസ അയക്കുന്നതിന് മാത്രമാണ് UPI പിൻ നമ്പർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ പൈസ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ആരും UPI പിൻ നമ്പർ യൂസ് ചെയ്യില്ല. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പേരും കാര്യങ്ങളും ശ്രദ്ധിക്കുക. വേറെ പേരൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ജസ്റ്റ് ബാക്ക് വരിക, അവരെ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പൈസ അയക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്താ പറയുക ഡൂ ചെയ്യാനും അൺഡൂ ചെയ്യാനുള്ള 2 കാര്യങ്ങൾ. നിങ്ങൾ എന്താ പറയുക ചെയ്തു പോയ തെറ്റുണ്ടെങ്കിൽ അത് ജസ്റ്റ് ചെയ്യാതിരിക്കുക. ഇങ്ങനത്തുള്ള തെറ്റുകളും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ എൻ്റെ ഈ ഒരു ടിപ്സും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഫ്രോഡ് അവയർനെസ് പ്രോഗ്രാം പോലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട. വീഡിയോ ലൈക്കും കൂടെ ചെയ്തേക്ക്. പിന്നെ എന്താ പറയുക ഒന്നുമില്ല. അപ്പോൾ ഒരുപാടധികം ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ട്. അവർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാൻ പറ്റുന്നത് സത്യം. ബൈ.